നയമെന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയൊരു നിലയാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലുണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ കണ്ടത്. നാം കാണേണ്ടത് നിയമസഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്, വ്യക്തമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബിൽ സഭയിൽ പാസ്സാക്കുന്ന നിലയുണ്ടായത്. പുതുക്കിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്, വലിയ മാറ്റമൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിലെടുക്കുക ചെയ്തു. ഇപ്പോൾ ബജറ്റിൻ്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭാ നടപടികളോട് നല്ല രീതിയിൽ സഹകരിക്കുക, പരമാവധി സഹകരിക്കുക, ആ സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ സഭയിൽ കണ്ട കാര്യം നിരന്തരം ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ദിവസമാണ് സഭ അവസാനിച്ച ദിവസം. ഇവിടെ ക്രമരഹിതമായും പാർലമെന്ററി നടപടികൾക്ക് വിരുദ്ധമായും ധനകാര്യ ബിൽ ധൃതി പിടിച്ച് പാസ്സാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ നിയമസഭാ കലണ്ടറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. കാര്യോപദേശ സമിതി അംഗീകരിച്ച സമയക്രമത്തിലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ തികച്ചും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ ധനകാര്യ ബിൽ അവസാന ഘട്ടത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒളിച്ചു കടത്തലാണ് ഉണ്ടായത്. KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ചില മദ്യക്കമ്പനികളെ സഹായിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ഇതിനെയാണ് ക്രമപ്രശ്നത്തിലൂടെ പ്രതിപക്ഷം എതിർത്തത്. സബ്ജക്ട് കമ്മിറ്റിയുടെ
പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. സഭാ സമ്മേളനം ഇത്തരമൊരു നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. ഒരു കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയും ഇവിടെ വ്യക്തമാകുന്ന കാര്യം, മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. വലിയ കടുംപിടുത്തമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഏത് മാർഗത്തിലൂടെയും ഈ പറയുന്ന മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ ഈ ഇളവോടുകൂടി, നികുതി ഇളവോടുകൂടി വരാൻ പോകുന്ന കാര്യം സമൂഹത്തിലാകെ വൻതോതിലുള്ള മദ്യവ്യാപനം ഉണ്ടാകുമെന്നതാണ്. വില കുറഞ്ഞ രീതിയിൽ മദ്യം ലഭ്യമാകുന്ന നിലയാണുണ്ടാവുക. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത്, ബജറ്റിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നെങ്കിലും അത് UDF ആണ് അവസാന തീരുമാനമെടുക്കുക. UDFൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യം നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. UDF വേണ്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളത് വേണ്ടെന്നും വെക്കും. ഇതെല്ലാം നിയമസഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു.